കൊച്ചി മരട് നെട്ടൂർക്കരയിൽ കാൽനട യാത്രക്കാരെയും കാർ യാത്രക്കാരെയും ഭീഷണിപ്പെടുത്തുന്നയാൾ പോലീസിന്റെ പിടിയിൽ. നെട്ടൂർ സ്വദേശി സനൂപാണ് പനങ്ങാട് പോലീസിന്റെ പിടിയിലായത്. വിപിൻ സി വിജയൻ കൊച്ചിൻ. വിപിൻ, എന്താണ് വഴിയെ പോകുന്നവരൊക്കെ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ഈ പറയുന്നത്? സുഹൈൽ, ഇത് നെട്ടൂർക്കരയിലെ ധന്യ ജംഗ്ഷനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നിൽക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. കാരണം അതിലൂടെ കാറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കാൽനടയായി യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ഒരാൾ പെട്ടെന്ന് മുന്നിലേക്ക് വരികയും അങ്ങനെ ഒരു ഭീതി അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. ഇപ്പോൾ ഈ ഒരു ആളുകൾ അത് റീലായിട്ടും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരുന്നു. കാരണം പെട്ടെന്ന് ഒരാൾ ഈ കാറിന്റെ മുന്നിലേക്ക് വരുന്നു, കാർ തടഞ്ഞു നിർത്തുന്നു, അല്ലെങ്കിൽ വഴിയാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ പേടിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ളതായിരുന്നു പരാതികൾ. അപ്പോൾ ലഹരിക്ക് ഒരു അടിമയാണ് എന്നുള്ള നിലയ്ക്കായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുകയും ചെയ്തത്. അങ്ങനെയാണ് പോലീസ് ഇത് ശ്രദ്ധിക്കുകയും ഇതിൽ ഇപ്പോൾ കേസെടുത്ത് ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. നെട്ടൂർ സ്വദേശിയായിട്ടുള്ള സനൂപിനെയാണ് പനങ്ങാട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ഇയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പൊതു മധ്യത്തിൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും പരാക്രമം രാത്രി സമയത്താണോ? അതായത് ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി പുറത്തേക്ക്, അതായത് ഒളിച്ചിരിക്കുക, വണ്ടി വരുമ്പോൾ ചാടുക, പേടിപ്പിക്കുക, അതായിരുന്നു രീതി. എന്ത് സുഖമാണ് ലഭിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞോളൂ. സുഹൈല, ധന്യ ജംഗ്ഷന്റെ ആ ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഒരാൾ മുന്നിലേക്ക് വരുന്നു, പെട്ടെന്ന് ഒരു ഭീതി വിതയ്ക്കുന്ന രീതിയിൽ അയാൾ നിൽക്കുന്നു തുടങ്ങിയിട്ടുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതികൾ. ആളുകൾ പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുന്നു, ഒരു ഭീഷണിയുടെ സ്വഭാവത്തിൽ സംസാരിക്കുന്നു, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാത്ത സാഹചര്യം. ഇങ്ങനെയാണ് അത് ഇങ്ങനെ ഒരാൾ അവിടെ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പരത്തുന്നു എന്നുള്ള പരാതി പോലീസിലേക്ക് എത്തുന്നത്. പോലീസ് അത് പ്രകാരമുള്ള ഒരു അന്വേഷണം നടത്തുകയും അതിൽ ഒരു കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ആ പ്രദേശത്തെത്തി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ളവ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ഭീതി വിതയ്ക്കുന്നു തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലഹരിക്ക് അടിമയാണ് എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.